98 അക്കാഡമി അവാർഡ്സ് ഓസ്കാർ അവാർഡ്സിന്റെ ഒഫീഷ്യൽ എൻട്രി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നോമിനേഷൻ ഉണ്ട്. അതാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്ന സിനിമ. ഫ്രണ്ട്ഷിപ്പ്, എ പാൻഡമിക് ആൻഡ് എ ഡെത്ത് ബിസൈഡ് ദ ഹൈവേ എന്ന് പറയുന്ന ബഷീറത്ത് പിയർ എഴുതിയ ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയുടെ ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഷീറത്ത് പിയറും ഡയറക്ടറായിട്ടുള്ള നീരജ് ഖ്യാനും അതിൻ്റെ കൂടെ തന്നെ സുമിത് റോയ്ക്കുമാണ് സ്റ്റോറി ക്രെഡിറ്റ്സ് പോകുന്നത്. സോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഷാഹിദ് കപൂറിന്റെ അനിയനായിട്ടുള്ള ഇഷാത്തർ എന്ന് പറയുന്ന ഒരു ആക്ടറും അതുപോലെ തന്നെ വിശാൽ ചിത്ര, ഇവർ രണ്ടുപേരാണ് മെയിൻലി ഒരു സ്റ്റോറിയിലെ സെൻട്രൽ റോൾസിൽ വന്നിരിക്കുന്നത്. സോ ഇവരുടെ ഒരു എയിം എന്ന് പറയുന്നത് ഒരു പോലീസ് ടെസ്റ്റ്, അതായത് ഈ ഒരു റെയിൽവേ പോലീസിന്റെ ഒരു ടെസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു അംബീഷൻ എന്ന് പറയുന്നത്. സോ അതിൽ അവർ നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് സൊസൈറ്റി അതിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്, അവരുടെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ, ഒരു സൊസൈറ്റി എങ്ങനെയാണ് മുറിവുകൾ ഏൽപ്പിക്കുന്നത്, പിന്നെ അങ്ങോട്ട് കാസ്റ്റിസം, അങ്ങനെ പല പല സംഭവങ്ങൾ കടന്നു വന്നിട്ട് വേണം അവർക്ക് അവരുടെ ആഗ്രഹത്തിലോട്ട് എത്താൻ. അതിനെക്കുറിച്ചാണ് സിനിമ കൂടുതലും സംസാരിക്കുന്നത്. വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള, വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു മൂവിയാണ് ഹോം ബൗണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയണം. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്. മാസാന്റെ ഡയറക്ടറായിട്ടുള്ള നീരജ് ഖാനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു മൂവി ഒത്തിരി പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കരൺ ജോഹർ, അബു അഹമ്മദ്, അങ്ങനെ കുറേ പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിശാൽ ചിത്വയുടെയും അതുപോലെ തന്നെ ഇഷാൻ ഖാത്തറിന്റെയും കിടിലം പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നീരജ് ഖാൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഡയറക്ഷനും എടുത്തു പറയേണ്ട ഒന്നാണ്. സോ വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള സംഭവം വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വളരെ കിടിലനായിട്ടുള്ള മേക്കിംഗ് ആണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. വളരെ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന മൂവിയാണ്. സോ ഒരു നോർത്ത് ഇന്ത്യൻ വില്ലേജിൽ ജനിച്ചു വളർന്ന ഈ ഒരു രണ്ട് ഫ്രണ്ട്സ് അനുഭവിക്കേണ്ടി വരുന്ന ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ മുന്നിൽ റിയാലിറ്റിയോട് അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നീരജ് ഖാൻ എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടർ. സോ മാസാൻ ഇറങ്ങിയിട്ട് ഇപ്പം ഇത്രയും കൊല്ലമായി, പിന്നെ ഒരു സിനിമ ഇപ്പോഴാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് നല്ല രീതിയിൽ കിട്ടിയ ഒരു മൂവിയാണ് എന്നതിൽ ഈ ഒരു സംവിധായകനും ഒരു ടീമിനെ തന്നെ അഭിമാനിക്കാം. അങ്ങനെയുള്ള ഒരു മൂവിയാണ് ഈ ഒരു വിശാൽ ചിത്രയുടെയും ഇഷാൻ ഖത്തറിന്റെയും പെർഫോമൻസിൽ വന്ന ഹോം ബൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ.